നിങ്ങളുടെ കുട്ടി രാത്രി ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും വായ തുറന്നാണ് ഉറങ്ങുന്നത്. കുട്ടി ഈ ഉറക്കത്തിൻ്റെ സമയത്ത് തന്നെ വല്ലാതെ കൂർക്കം വലിക്കുന്നുണ്ടോ? ഇനി പകൽ സമയത്താണെങ്കിൽ പോലും കുട്ടി ശ്വസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണോ? നിങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അഡിനോയിഡിൻ്റെ പ്രശ്നം കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത്. ഈ അഡിനോയിഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അത് തന്നെ പല ഗ്രേഡുകളിലുണ്ട്, 1 മുതൽ 4 വരെ. നിങ്ങളുടെ കുട്ടിക്ക് ഏത് ഗ്രേഡിലാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അഡിനോയിഡ് ഹൈപ്പർട്രോഫി സാധാരണ 4 ഗ്രേഡിലാണ് കാണുന്നത്. ഈ ഗ്രേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കിൻ്റെ പിന്നിലുള്ള എയർവേനെ എത്ര ശതമാനത്തോളം അല്ലെങ്കിൽ എത്രത്തോളം ബ്ലോക്ക് ആക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഗ്രേഡ് തിരിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് അധിക കുട്ടികൾക്കും ഉള്ളൊരു സംഭവമാണ്. അവർക്ക് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില സമയങ്ങളിൽ രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നിരിക്കാം. ഗ്രേഡ് 2 ഇതിൽ മൂക്കടപ്പ് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിരിക്കും. രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള വായ തുറന്നിട്ടുള്ള ഉറക്കമായിരിക്കും ഉണ്ടാവുന്നത്. ഒപ്പം തന്നെ കൂർക്കമലി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പകൽ സമയത്ത് പോലും മൂക്കടപ്പ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ഗ്രേഡ് 3 അഡിനോയിഡിൻ്റെ സൈസ് കുറച്ചുകൂടെ വലുതായിരിക്കും. ഇവർക്ക് സ്ഥിരമായിട്ട് മൂക്കടപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഉറക്കം എന്തായാലും വായ തുറന്നായിരിക്കും ഉണ്ടാവുന്നത്. കൂർക്കമലി വളരെ ശക്തിയായിട്ട് തന്നെ പലപ്പോഴും ഉണ്ടാവും. ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഒപ്പം തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ കേൾവി ചെറുതായിട്ട് ഇവർക്ക് കുറവായിട്ടിരിക്കും. പഠനത്തിൽ ശ്രദ്ധ കുറവ്, ഫോക്കസ് ഒക്കെ എന്തായാലും ഈ കുട്ടികളിൽ കാണും. ഗ്രേഡ് 4 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എയർവേ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു 95% ബ്ലോക്ക് ആയിരിക്കും. ഇങ്ങനത്തെ കുട്ടികളിൽ കംപ്ലീറ്റ് മൂക്കടഞ്ഞിരിക്കും. അവർക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വായ തുറന്ന് മാത്രമേ ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് പോലും വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും സ്ലീപ്പ്. പെട്ടെന്ന് ശ്വാസം കിട്ടാതെ എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇവരുടെ ക്യാരക്ടറിൽ തന്നെ ചേഞ്ചസ് വന്നു തുടങ്ങും. ഫേസിൽ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങാം. ഒപ്പം തന്നെ തീരെ പഠനത്തിൽ ശ്രദ്ധയില്ലാത്ത, ഫോക്കസ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇവരിൽ കാണാം. ഗ്രേഡിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഗ്രേഡ് മാത്രം നോക്കിയല്ല ഞാൻ ചികിത്സ ആരംഭിക്കുന്നത്. പലപ്പോഴും ഗ്രേഡ് മാത്രമല്ല, ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഗ്രേഡ് 3 ആണെങ്കിലും ചിലപ്പോൾ സിംറ്റംസ് കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇതിനൊപ്പം തന്നെ ഗ്രേഡ് 2 ആണെങ്കിലും ലക്ഷണങ്ങൾ വളരെ കൂടി നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ എപ്പോഴും ഗ്രേഡിൻ്റെ ലെവൽ മാത്രമല്ല, സിംറ്റംസും കൂടെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി സ്ഥിരമായി നിൽക്കുന്നതിൻ്റെ കാരണം, അതായത് അലർജി ഉണ്ടോ, കൂട്ടത്തിൽ റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്, ഇതിനൊപ്പം തന്നെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ടോ, ചെവിയിൽ ഇഷ്യൂസ് ഉണ്ടോ, അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കുട്ടീനെ ട്രിഗർ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം ചികിത്സ ആരംഭിക്കാൻ. കൃത്യമായ ചികിത്സ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് മൂക്കിലൂടെ തന്നെ നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും. ഇതുവഴി കുട്ടിക്ക് നല്ല ഉറക്കം കിട്ടും. ഇതുവഴി കുട്ടിക്ക് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല ഫോക്കസ് ഉണ്ടായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ കൃത്യമായി ചികിത്സ എടുക്കുന്ന സമയത്ത് മാത്രമേ കുട്ടിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത വീഡിയോയിൽ ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അഡിനോയിഡിനെ പറ്റിയിട്ടും അലർജിയെ പറ്റിയിട്ടും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.